ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഫാറ്റ് ബേണിംഗ് എക്സസൈസ് ആണ് ഇൻക്ലൈൻ വാക്കിംഗ്. മറ്റുള്ള എക്സസൈസിനെ അപേക്ഷിച്ച് ഇൻക്ലൈൻ വാക്കിങ്ങിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് വേണ്ടി ഇൻക്ലൈൻ വാക്കിംഗ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് സോഴ്സിൽ നിന്നാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. ഫസ്റ്റ് വൺ കാർബ്സ്, സെക്കൻഡ് വൺ ഫാറ്റ്. ഏത് എനർജി യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഹേർട്ട് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റണ്ണിങ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് പോലുള്ള ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി പ്രൈമറി ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർബ്സിനെ ആയിരിക്കും. വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് പോലുള്ള ലോ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി പ്രൈമറി ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫാറ്റിനെ ആയിരിക്കും. ഒരു ദിവസം നമ്മൾ ഏത് ഫ്യൂവൽ യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ബാലൻസ്ഡ് സ്ട്രിക്റ്റഡ് റെഗുലേറ്റർ സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത്. കൂടുതൽ കാർഡിയോ ചെയ്താൽ കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യും എന്നാണോ? ഓഫ് കോഴ്സ് നോട്ട്. ഫാറ്റ് ബേണിംഗ് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ എക്സസൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നല്ല. ഫാറ്റ് ബേണിംഗ് എന്നുള്ളത് നിങ്ങൾ ആ ദിവസം എത്ര കലോറി ബേൺ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഫാറ്റ് ആണ് ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ലാറ്റ് ദ ഡേ നമ്മൾ കൂടുതൽ ബേൺ ചെയ്യുന്നത് കാർബ്സിനെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫാറ്റ് ആണ് ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ലേറ്റർ ദ ഡേ നമ്മൾ കൂടുതൽ ബേൺ ചെയ്യുക ഫാറ്റിനെ ആയിരിക്കും. ഡോണ്ട് ഗെറ്റ് മീ റോങ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഈസി കാർഡിയോ എക്സസൈസ് ആണ് ഇൻക്ലൈൻ വാക്കിംഗ്. മറ്റുള്ള എക്സസൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ there is a no difference. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാർബ്സ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്താലും ഫാറ്റ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്താലും ഇനി MDMA ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്താലും നിങ്ങൾ ഒരു കലോറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ അവിടെ ഫാറ്റ് ബേണിംഗ് നടക്കത്തില്ല.